ഓം ശ്രീ ഗണേശായ ശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയം ഒരു നീളനാരായണീയം, ദശകം 76, ഉദ്ധവദൂത്. സർവജ്ഞനാം ശ്രീകൃഷ്ണനോ ശ്രീബലരാമനുമൊത്ത് സാന്ദീപനി ഗൃഹം പുക്കു വിദ്യകൾ നേടാൻ. ഗുരുവിൻ്റെ മരിച്ചോര പുത്രനെ ദക്ഷിണ നൽകി പാഞ്ചജന്യമൂരിക്കൊണ്ടു തിരിച്ചണഞ്ഞു. ഗോപികമാരെയോർത്തിട്ടു കരുണാർദ്രനായി കൃഷ്ണൻ ഉദ്ധവനെ അമ്പാടിയിലേക്കയച്ചല്ലോ. സകല ലോകങ്ങളിലും കാണുവാൻ ദുർലഭമായ ഗോപി ഭക്താധിക്യം കാട്ടാൻ തീർച്ചപ്പെടുത്തി. അന്തിയോടെ അവിടുത്തെ മഹാത്മ്യം വിളങ്ങിടുന്ന അമ്പാടിയിൽ ഭക്തിപൂർവം ഉദ്ധവനെത്തി. അച്ഛനും അമ്മയുമേറെ സന്തോഷിച്ചു തേരു കണ്ടു. അവിടുത്തെ ഗോപികളും ഓടിയണഞ്ഞു. അവിടുത്തെ പോലെ വേഷം അണിഞ്ഞോരാ ഉദ്ധവന്റെ അടുത്തെത്തി ഗോപികമാർ മിണ്ടാതെ നിന്നു. അന്തരംഗത്തിൽ നിന്നൂടെ ലീലകളെയോർത്താരവർ അവസാനം ഗദ്ഗദത്തോടേവം ചൊല്ലിനാർ. നിർദ്ദയനായുള്ള കണ്ണൻ ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ നിന്നെ പറഞ്ഞയച്ചതോ ചൊല്ലുക ഭവാൻ. നഗരസുന്ദരിമാർക്കു കാന്തനായ ശ്രീഹരിതൻ പ്രേമോന്മാദവിലാസങ്ങൾ മറക്കാനാമോ? രാസക്രീഡാ സമയത്തു അഴിഞ്ഞ തലമുടിയും വിയർപ്പു പൊടിഞ്ഞ ഭവൽ തിരുമേനിയും ഒന്നുകൂടി പുണരുവാൻ കൊതിയുണ്ടു മനതാരിൽ പ്രിയതമകളാം ഗോപികമാർ മൊഴിഞ്ഞു. ഉത്തമ ഭക്തകളാകും ഗോപികമാരോടു പിന്നെ ഉദ്ധവൻ പറഞ്ഞു തവ തത്വസന്ദേശം. സന്തുഷ്ടകളായ ഗോപീവൃന്ദത്തോടുകൂടി പിന്നെ സന്തുഷ്ടനായി ഉദ്ധവനും കഥകൾ ചൊല്ലി. വീട്ടുജോലി ചെയ്തിടുമ്പോൾ പാടുന്നു നിൻ കീർത്തനങ്ങൾ. സംഭാഷണ വിഷയമോ നിന്റെ ചരിത്രം. കർമ്മങ്ങളോ അവിടുത്തെ അനുകരണങ്ങൾ തന്നെ. സർവം കൃഷ്ണമയം ഉദ്ധവനോ ഭ്രമിച്ചു. എൻ്റെ രാധ എന്നു ചൊല്ലി വാസുദേവൻ പറയുന്നു പലവിധ കഥകളെ ഏകാന്തത്തിങ്കൽ. ഉദ്ധവന്റെ വാക്കുകളെ കേട്ട നേരം ഭഗവാനെ ഉത്തമയം രാധയേറെ ആനന്ദം കൊണ്ടു. വാസുദേവ സഞ്ചേശത്തെ വിസ്തരിച്ചു ഉദ്ധവനും വൈകാതെ കണ്ണനെത്തിയിടും സംശയം വേണ്ട. ബ്രഹ്മാനന്ദം കൈവരുമ്പോൾ വിരഹവും സാമീപ്യവും ഒരുപോലെയാകും. ദുഃഖഭാരം കുറയും. ഗോപീജനങ്ങൾക്കുള്ളതം അത്യുത്തമ ഭക്തിദാനോ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ത്രിലോകങ്ങളിൽ. എന്നിങ്ങനെ പറഞ്ഞോരാ ഉദ്ധവനെ കണ്ട ദേവാ, എന്നെ രോഗ സമൂഹത്തിൽ നിന്നും രക്ഷിക്കൂ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.